വെൽക്കം റഹ്മാനാണ്. നമുക്ക് പറയേണ്ടത് ആന്റി അരിത്മിക് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ്. ക്ലാസിഫൈ ക്ലാസിഫിക്കേഷൻ ഇതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആന്റി അരിത്മിക് ഡ്രഗ്സ് ഹാവ് ഡിഫറെന്റ് മോഡ് ഓഫ് ആക്ഷൻസ്, ഡിഫറെന്റ് മെക്കാനിസം. സോ അതുകൊണ്ട് ഒരു കോജൻ ക്ലാസിഫിക്കേഷൻ ഈസ് റിയലി ഡിഫിക്കൽട്ട്. പക്ഷെ ഇത് ക്ലാസിഫൈ ചെയ്തത് വില്യം വോഗൻ ആൻഡ് സിംഗ്. വില്യം വോഗൻ ആൻഡ് സിംഗ് ഇന്ത്യക്കാരനാണ്. സോ വില്യം വോഗൻ ആൻഡ് സിംഗ് ഇവര് ക്ലാസിഫൈ ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇവര് ക്ലാസിഫൈ ചെയ്തത് ഡിപ്പെൻഡ്സ് upon their action. പ്രത്യേകിച്ച് ഏത് അയോൺ ചാനൽ, വിച്ച് അയോൺ ചാനൽ the drug acts, അതാണ് predominantly based on that. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിസ്. ആൻഡ് അങ്ങനെ നമുക്ക് 4 ഗ്രൂപ്പ് കിട്ടി. നമ്മൾ അതിനെ ഗ്രൂപ്പ് എന്നല്ല പറയാ, ക്ലാസ് എന്നാണ് പറയാ. ക്ലാസ് 1, ക്ലാസ് 2, then ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4. പിന്നെ ഒരു ഗ്രൂപ്പ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ അടിയ മിസലേനിയസ് അല്ലെങ്കിൽ അതേഴ്സോ, ഇങ്ങനെ നമുക്ക് 5 ഗ്രൂപ്പായിട്ട് മൊത്തം തിരിക്കാം. എങ്കിലും ക്ലാസ് പറയുകയാണെങ്കിൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ആൻഡ് ക്ലാസ് 5. സോ എന്ത് അയൺ ചാനലിന്റെ ബേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയൺ ചാനൽ ക്ലാസ് 1 ദീസ് ഓൾ ആർ സോഡിയം ചാനൽ ബ്ലോക്കർ. സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകളാണ് ക്ലാസ് 1 ഗ്രൂപ്പ്. ക്ലാസ് 2 പക്ഷേ അയൺ ചാനലിനല്ല ബ്ലോക്ക് ചെയ്യുക, ദീസ് ആർ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. ക്ലാസ് 3 ഈസ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. പൊട്ടാസ്യം അയൺ ചാനൽ ബ്ലോക്കർ ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ളതാകെ കാൽഷ്യം ആണ്. സോ ദിസ് വിൽ ബി കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. സോ ഇങ്ങനെ ആണ് ക്ലാസ് ഡിവിഷൻ. ഈ ക്ലാസ് 1 തന്നെ വീണ്ടും ക്ലാസ് 1A ഉണ്ട്, 1B ഉണ്ട്, 1A ഉണ്ട്, 1B ഉണ്ട്, 1C ഉണ്ട്. ഓക്കെ, മരുന്നുകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ സബ് ക്ലാസസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സം അതർ ക്രൈറ്റീരിയാസ്. പ്രധാനമായിട്ടും ക്രൈറ്റീരിയ പൊട്ടാസ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന വെച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ക്ലാസ് 1A പ്രധാനപ്പെട്ട മരുന്ന് ക്യൂനിഡിൻ ആണ്. ക്യൂനിഡിൻ, ദെൻ പ്രൊക്കൈനമൈഡ്, പ്രധാനപ്പെട്ട മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. പ്രൊക്കൈനമൈഡ് ഉണ്ട്. ഓക്കെ, ദെൻ ഡൈസോപിരമിഡ്. സോ ഇത് മൂന്നുമാണ് ക്ലാസ് 1A പ്രധാനമായിട്ടും പ്രതികരിക്കുന്നത്. ക്ലാസ് 1B ഏറ്റവും ഫേമസ് ലിഗ്നോകെയിൻ ആണ്. ദെൻ നമുക്ക് ഫെനിറ്റോയിൻ വേണമെങ്കിൽ എഴുതാം. ദെൻ മെക്സിലെറ്റിൻ എന്ന് പറഞ്ഞ മരുന്ന്. ഇനി വീണ്ടും എഴുതുന്ന ടൊക്കൈനൈഡ്, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ എഴുതാം. ദെൻ 1C ഏറ്റവും ഫേമസ് ഫ്ലക്കൈനൈഡ് ആണ്. ഓക്കെ, ദെൻ ഒരെണ്ണം കൂടിയുണ്ട് പ്രൊപ്പാഫിനോൺ എന്ന് പറയുന്ന മരുന്ന്. സോ ഇതാണ് ക്ലാസ് 1A, ക്ലാസ് 1B ആൻഡ് ക്ലാസ് 1C. ബീറ്റ ബ്ലോക്കേഴ്സ് നമുക്കറിയാം. പ്രൊപ്രാനലോൾ ആയിരിക്കും നമ്മൾ ആദ്യം എഴുതാൻ പോകുക. പ്രൊപ്രാനലോൾ, ദെൻ അറ്റനലോൾ എഴുതാം, മെറ്റോപ്രലോൾ എഴുതാം, ഇഷ്ടംപോലെ പ്രലോൾ എഴുതാം. പക്ഷെ എഴുതാൻ പാടില്ലാത്ത ഒരു പ്രലോളാണ് സോട്ടലോൾ എഴുതാൻ പാടില്ല. ഓക്കെ, എക്സെപ്റ്റ് സോട്ടലോൾ. ദെൻ ക്ലാസ് 3 ഈസ് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമുക്ക് എഴുതുമ്പോൾ ഏറ്റവും ഫേമസ് ഈസ് അമിയോഡാരോൺ. ദെൻ അതിന്റെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, ഡ്രോനിഡെറോൺ എന്ന് പറയുന്ന ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. ദെൻ പിന്നെ 2 പേരുകൾ എളുപ്പമാണ്, ഡോഫിറ്റിലൈഡ് ആൻഡ് ഐബ്യൂട്ടിലൈഡ്. ഇത്രയാണ്. ദെൻ നമ്മളിവിടെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ മരുന്ന് ഇവിടെ എഴുതാം. സോട്ടലോൾ നമുക്ക് ഇവിടെ എഴുതാം. ദെൻ ക്ലാസ് 4 നമുക്ക് കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈഹൈഡ്രോപെരിഡിൻസ് ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക. ആംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ അതില്ല. എക്സെപ്റ്റ് അത് എഴുതാൻ പാടില്ല. ഡൈഹൈഡ്രോപെരിഡിൻസ് ഒഴിച്ചിട്ട് എക്സെപ്റ്റ് അതില്ല. അതല്ലാതെ പിന്നെ ഉള്ളത് വെരാപ്പമിൽ. ഹൃദയത്തിൽ കൂടുതൽ ആക്ഷൻ ഉള്ളത് വെരാപ്പമിലിനും ഡിൽറ്റിയാസത്തിനുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ വെരാപ്പമിലാണ്, ഡിൽറ്റിയാസ്. മറ്റതിനൊക്കെ ബ്ലഡ് വെസൽസിലായിരുന്നു ആക്ഷൻ. ഇനി മിസലേനിയസ് ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വിട്ടുപോകാൻ പാടില്ലാത്തത് അഡിനോസിൻ ആണ്. അഡിനോസിൻ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ ക്യാൻ റൈറ്റ് അട്രോപ്പിൻ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് എവിടെയാണെന്നൊക്കെ കണ്ടതായിരുന്നു. ദെൻ അനദർ വൺ ഈസ് മാഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്. ദെൻ പൊട്ടാസ്യം നമുക്ക് എഴുതാം. ദെൻ ഡിജോക്സിൻ നമുക്ക് എഴുതാം. സോ ഇത്രയും മരുന്നുകളാണ്. സോ ദീസ് ആർ ദ ഡ്രഗ്സ്. ആന്റി അരിത്മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറെ മരുന്നുകളാണ് ഞാൻ എഴുതിയത്. ഇനിയും കുറച്ച് മരുന്നുകൾ കൂടിയുണ്ട്. അത് നമ്മൾ ഓരോ ഗ്രൂപ്പ് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം. പക്ഷേ താങ്ക് യു ഫോർ വാച്ചിങ്.